ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡിൽ രാഘവൻ നായർ പറഞ്ഞനുസരിച്ച് വെഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയ ആ വീട്ടുമുറ്റത്ത് കുട്ടികൾ രണ്ടുപേരും അലങ്കാരങ്ങളും അവിടുത്തെ മോടി പിടിപ്പിക്കലും ഒക്കെ കണ്ട് സന്തോഷത്തോടെ തുള്ളിച്ചാടുകയാണ്. അതുകണ്ട് സത്യയും പപ്പിമോളും പരസ്പരം പറഞ്ഞു, ആ കൊള്ളാലോ, ഇന്നിങ്ങനെ ഒരു ഫംഗ്ഷൻ നടക്കുന്നത് എന്തുകൊണ്ടും അടിപൊളിയായി. അപ്പോഴേക്കും സത്യ പറഞ്ഞു, അതെ, ഇതൊക്കെ അച്ഛച്ചന്റെ അസുഖം കൊണ്ട് അച്ഛച്ചന് സമാധാനിപ്പിക്കാനായിട്ട് വെറുതെ കരുതിക്കൂട്ടി ഇങ്ങനെ ചെറിയ കാര്യങ്ങളോടെ നടത്തുന്നതാണെന്നും ഇത്ര കാര്യമാക്കി എടുക്കണ്ടായെന്നും ഇത് വെറുതെ ഒരു സിനിമയിലൊക്കെ എന്ന പോലത്തെ വെറും ഒരു നാടകം മാത്രമാണിതെന്നാണ് സത്യമ്മ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇത് അത്ര വലിയ കാര്യമായിട്ട് എടുക്കണ്ടെന്നാണ് നമ്മളോട് സത്യമ്മ പറഞ്ഞതെന്ന് കുട്ടികൾ പരസ്പരം പറയുമ്പോൾ, എന്തായാലും ശരി, നമുക്ക് സന്തോഷിക്കാൻ ഒരു അവസരം കിട്ടിയല്ലോ, ഈ വീട്ടില് ഇങ്ങനെ ഒരു ആഘോഷം ഉണ്ടായല്ലോ എന്ന് പറഞ്ഞ് കുട്ടികൾ അവരുടെ കയ്യിലുള്ള ബോൾ തട്ടി കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ക്ലീറ്റിന്റെ സഹായി കുട്ടിയും കൂടി അവിടേക്ക് എത്തിയത്. നേരിട്ട് ഗേറ്റ് കടന്ന മുന്നിലേക്ക് വരാതെ അപ്പുറത്തെ പിന്നാമ്പുറത്തുള്ള ആ ചെറിയ ഗേറ്റിന് അവിടെ വന്ന് വണ്ടി നിർത്തിയിട്ട് ആ കിളിവാതിലൂടെ അകത്തേക്ക് കയറി വന്നു. ഉടനെ കുട്ടി ചോദിച്ചു, എന്തിനാ ആശാനെ നമ്മൾ വണ്ടി അവിടെ വെച്ചത്? നേരെ മുറ്റത്ത് കൊണ്ട് വെക്കാൻ പാടില്ലായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ക്ലീറ്റസ് പറഞ്ഞു, ഇന്നേ വരെ നമ്മൾ ഈ വീട്ടിൽ വന്നിട്ട് ഒരു ഫംഗ്ഷനും ഭംഗിയായി നമുക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഏറ്റെടുത്ത ജോലി ഒരു ദിവസം പോലും ഭംഗിയായി ഇവിടെ നടപ്പിലാക്കിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ചിലപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കുന്നതോടൊപ്പം ഒരു പക്ഷേ ഇവിടുത്തെ ആ അമ്മാവനുണ്ടല്ലോ, അയാൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അയാൾക്ക് എന്തോ അമ്നേഷ്യോ മറ്റോ ആണെന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ അസുഖമുള്ളതിനാൽ എന്തെങ്കിലുമൊക്കെ ഓർമ്മക്കുറവുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇടയ്ക്ക് എന്തെങ്കിലും അത് കരസലായാൽ ആ നിമിഷം ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വെച്ച് വലിച്ചെറിഞ്ഞാലോ, വണ്ടിയുടെ CC പോലും കൃത്യമായി അടച്ചിട്ടില്ല. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ വണ്ടി പോലും എടുക്കാതെ നമ്മൾ ചിലപ്പോൾ ഇറങ്ങി ഓടിപ്പോയെന്നിരിക്കും. ആ വണ്ടി പുറത്തിരിക്കുകയാണെങ്കിൽ പിന്നീടാണെങ്കിലും വന്ന് വണ്ടി എടുത്തിട്ട് പോകാലോ. വല്ലതും വെച്ച് വണ്ടിക്കിട്ടെങ്ങാനും വല്ലതും വെച്ച് എറിയുകയോ അടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വണ്ടിയും നമുക്ക് നഷ്ടമാവില്ലേ. അതുകൊണ്ടാണ് ബുദ്ധിപരമായിട്ട് ഞാനത് പുറത്തു വെച്ചതെന്ന് പറഞ്ഞ് ക്ലീറ്റസും കുട്ടിയും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടി പറഞ്ഞു, അമ്മ, എന്തായാലും ആശാൻ ഇന്ന് പേടിക്കണ്ട. ഈ കഴിഞ്ഞ പോലത്തെ പ്രശ്നങ്ങളൊന്നും ഇന്നിവിടെ ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം അന്ന് ആ ഫോട്ടോ എടുപ്പ് അലങ്കോലമാക്കിയ അമ്മാവനെ ഇവിടെ എങ്ങും കാണുന്നില്ല. അതുകൊണ്ട് ഇന്ന് ഇവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ നമുക്ക് നമ്മുടെ ജോലി പൂർത്തിയാക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് ക്ലീറ്റസിനോട് കുട്ടി അറിയിച്ചു. അങ്ങനെ പറഞ്ഞ് അവർ നിർത്തുമ്പോഴേക്കും അവിടേക്ക് കമലിന്റെ ഓട്ടോ വന്ന് മുറ്റത്ത് വന്ന് നിന്നു. കമലിന് ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കമലിന്റെ കൂടെ പിള്ളച്ചനും കൂടി ഇറങ്ങുന്ന കണ്ടപ്പോ കുട്ടി പറഞ്ഞു, ആശാനെ, അല്പം മുമ്പ് ഞാൻ പറഞ്ഞ അഭിപ്രായം ഞാനങ്ങ് തിരിച്ചെടുത്തു കേട്ടോ. ആ കാരണവർ വന്നിരിക്കുന്നു, ആ അമ്മാവൻ ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴാണ് രണ്ടുപേരുടെയും കയ്യിൽ ഒരു പൂമാല ഇരിക്കുന്നത് കണ്ട് ക്ലീറ്റസ് ചോദിച്ചു, അത് ശരി, ഇവർ രണ്ടുപേരും പരസ്പരം കല്യാണം കഴിച്ചോ? രണ്ടിനെയും കയ്യിൽ മാലയുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചപ്പോ പുറത്തിറങ്ങി നിൽക്കുന്ന കമലൻ അടുത്ത് നിന്ന രമണപിള്ളിയോട് ചോദിച്ചു, അല്ല പിള്ളച്ചേട്ടാ, ഇന്ന് ഇവിടത്തെ ഈ ചടങ്ങൊക്കെ നടക്കുവോ? ആശാന്റെയും എഴുത്തിയമ്മയുടെയും വിവാഹം വീണ്ടും നടത്തുവോ? എന്താ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും എന്തൊക്കെയോ കുഴപ്പങ്ങൾ ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇവിടെ ആശാന്റെ അച്ഛന്റെ ഇത്തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ കാരണം ആകെ കുഴപ്പത്തിലായത് നമ്മളാണ്. ഇനി എന്തായാലും ഇവിടെ വെച്ച് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് തല്ല് കിട്ടുമോ എന്നുകൂടി ആശങ്കയോടെ ഞാൻ ആലോചിക്കുന്നതെന്ന് കമലം പറയുമ്പോൾ രമണപിള്ള പറഞ്ഞു, എന്തൊക്കെ സംഭവിച്ചാലും ഇനി ശാലിനി കുഞ്ഞ് നമ്മുടെ നേരെ തട്ടിക്കയറിയാൽ ഈ മാലയൊക്കെ ആയിട്ട് പോകുമ്പോൾ ചിലപ്പോൾ നമ്മളോട് ദേഷ്യപ്പെട്ടേക്കും. അതിന് ഒറ്റൊരു മറുപടി മാത്രം പറയാം, ഇതുകൊണ്ടെങ്കിലും സാറിന്റെ ആ ഓർമ്മക്കുറവും സാറിന്റെ രോഗവും ഒന്ന് മാറിക്കിട്ടിയാൽ മതിയായിരുന്നു. അതിനുവേണ്ടിയാ നമ്മൾ ഇതൊക്കെ ചെയ്തതെന്ന് പറയാം എന്ന് പറഞ്ഞ് പിള്ള അങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് അറിയിച്ചപ്പോൾ കമലം പറഞ്ഞു, ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഓടി രക്ഷപ്പെടും. ഓട്ടോ പോലും എടുക്കാതെ ഞാൻ ഓടും, അതിൽ യാതൊരു സംശയമില്ല എന്ന് രമണൻ ഇങ്ങനെ കമലൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് അപ്പുറത്ത് നിന്ന് കുട്ടിയും ക്ലീറ്റസും കൂടി എത്തി നോക്കുന്ന കാഴ്ച കണ്ടത്. ഉടനെ കമലൻ ചോദിച്ചു, നിങ്ങളെന്താ അവിടെ നിൽക്കുന്നത്? ഇനി വന്നേ, ഇവിടെയല്ലേ പരിപാടി നടക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറി വന്നു. അതെ, ഞങ്ങൾ ഈ ചുറ്റുപാടൊക്കെ ഒന്ന് നോക്കുമായിരുന്നു, എവിടെ നിന്ന് ഷൂട്ട് ചെയ്യണമെന്നും എവിടെയൊക്കെ ഒരു ഫോട്ടോ എടുക്കാനുള്ള സ്ഥലമുണ്ട് എന്നൊക്കെ നോക്കുകയായിരുന്നു പറഞ്ഞപ്പോൾ കമലം പറഞ്ഞു, എന്തായാലും ഇന്നത്തെ ഫോട്ടോ എടുപ്പൊക്കെ നടക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് ഒത്തിരി ഫോട്ടോസ് എടുക്കാനുണ്ട്. വേഗം ക്ലീറ്റസ് അതിനെ റെഡി ആയിക്കോ എന്ന് പറഞ്ഞപ്പോൾ ക്ലീറ്റസ് തൻ്റെ കയ്യിലിരുന്ന ബാഗ് കമലിനെ ഏൽപ്പിച്ചു. ഇതൊന്ന് പിടിച്ചേ, ഞങ്ങൾ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ഒന്ന് മൂത്രം ഒഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ക്ലീറ്റസും കുട്ടിയും കൂടി അവിടെ നിന്ന് പോന്നു. അതെ, ഇനി എപ്പോഴാ മൂത്രം ഒഴിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ലല്ലോ, അതുകൊണ്ട് ഇപ്പൊ തന്നെ എല്ലാം ഒഴിച്ച് തീർത്തേക്കാമെന്ന് പറഞ്ഞ് രണ്ടുപേരും മാറുകയെന്ന് ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്നും ഇവിടെ ഫോട്ടോ എടുക്കാൻ വരുമ്പോഴൊക്കെ കുഴപ്പങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളല്ലോ എന്ന് പറഞ്ഞ് ക്ലീറ്റസ് കുട്ടിയോട് സങ്കടം പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴാണ് രാഘവൻ നായർ വാതുക്കലേക്ക് എത്തിയത്. അതെ, നിങ്ങൾ വന്ന കാലം ഇവിടെ തന്നെ നിൽക്കുകയാണല്ലോ, നിങ്ങൾ എന്താ പൂക്കളൊക്കെ മേടിച്ചില്ലേ എന്ന് ചോദിച്ചു.
അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഇത് പൂക്കളെല്ലാം മേടിച്ചിട്ടുണ്ട്, ദേ നോക്കിക്കേ എന്ന് പറഞ്ഞ് കയ്യിലേക്ക് കൊണ്ടുവന്ന് കമലിന് ആ മാല കൊടുത്തു. ഉടനെ അതെടുത്ത് നോക്കിയിട്ട് പറഞ്ഞു, ആ കൊള്ളാം, കാശ്മീരി റോസ് തന്നെയാ, ഇത് തന്നെയാ ഞാൻ പറഞ്ഞത്, ഗംഭീരമായിട്ടുണ്ട് എന്ന് രണ്ടുപേരെ അഭിനന്ദിച്ചു. ഇതെല്ലാം കൈ പിടിച്ചുകൊണ്ട് കമലൻ ചോദിച്ചു, അല്ല ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ഇത്രയൊക്കെ ആയതുകൊണ്ട് ചോദിക്കാം, ഇന്ന് ശരിക്കും ഇവിടെ എന്താ നടക്കുന്നത്? ഇത് ആശാനെ എടുത്ത് പരസ്പരം ഈ മാല കഴുത്തിൽ അണിയിക്കുവോ? വീണ്ടും അതുപോലുള്ള ചടങ്ങുകളൊക്കെ ഉണ്ടോ? എന്താ ഇവിടെ നടക്കാൻ പോകുന്നതെന്ന് ചോദിച്ചപ്പോ സന്തോഷത്തോടെ രാഘവൻ നായർ പറഞ്ഞു, എടാ, ഇവിടെ ഒരു വിവാഹം വീണ്ടും നടക്കുകയാണ്. താലികെട്ട് ചടങ്ങും പരസ്പരം മാല ഇടിയിലും ഒക്കെ ഉണ്ട്. അത് നീ നോക്കിക്കോ, അതിനുള്ള ഒരുക്കങ്ങളല്ലേ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് നിർത്തിയപ്പോഴേക്കും ക്ലീറ്റസും കുട്ടിയെ അപ്പുറത്ത് നിൽക്കുന്നത് കണ്ടു. ആഹാ, അത് ശരി, ഇവരെ ഫോട്ടോ എടുക്കാൻ വന്നിട്ട് ക്യാമറയൊന്നും ഇല്ലാതെയാണോ വന്നിരിക്കുന്നത്? എന്താണ് താൻ ഇങ്ങനെ എന്ന് ചോദിച്ച് ക്ലീറ്റസിന് നേരെ ദേഷ്യപ്പെട്ടപ്പോൾ ക്ലീറ്റസും കുട്ടിയും കൂടി വേഗം അവിടെ രാഘവൻ നായർക്ക് അരികിലേക്ക് എത്തി. എന്നിട്ട് പറഞ്ഞു, എന്റെ സാറേ, ഞങ്ങള് ക്യാമറ ഒന്നും എടുക്കാതെയാണോ വന്നതെന്ന്? ദേ ഇതൊക്കെ ഇവരെ ഏൽപ്പിച്ചിട്ട് ഞങ്ങളൊന്ന് മൂത്രമൊഴിക്കാൻ പോയതല്ലേ, ഞാനെടാ എന്ന് പറഞ്ഞ് കമലിന്റെ കയ്യിൽ നിന്ന് ബാഗ് മേടിച്ചിട്ട് അതിൽ നിന്ന് ക്യാമറ എടുത്തു. അതെ, ഐശ്വര്യമായിട്ട് ഇവിടുന്ന് വന്ന് തന്നെ അങ്ങ് തുടങ്ങിയേക്കാം എന്ന് പറഞ്ഞ് രാഘവൻ നായരോട് നിൽക്കാൻ പറയുന്നു. രാഘവൻ നായർ അവിടെ വീടിന്റെ മുന്നിൽ തന്നെ നിന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് നിൽക്കുമ്പോൾ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന രാഘവൻ നായരുടെ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന കമലിന്റെയും പിള്ളയുടെയും മുഖഭാവം കണ്ട് രാഘവൻ നായർ പറഞ്ഞു, അതെ, ഇങ്ങനെ മുഖം വേർപ്പിച്ച് നിൽക്കാതെ ഇങ്ങോട്ട് വന്നേ, രണ്ടുപേരും കൂടി ഇവിടെ വന്ന് നിന്നേ, എല്ലാവരും ഒന്നിച്ചല്ലേ ഫോട്ടോ എടുക്കുന്നത് എന്ന് പറഞ്ഞ് കമലിനെയും പിള്ളയെ അപ്പുറത്തും ഇപ്പുറത്ത് നിർത്തി രാഘവൻ നായർ ഫോട്ടോ എടുക്കാനായിട്ടൊരുങ്ങി. രാഘവൻ നായർ ചിരിച്ചുകൊണ്ട് നിൽക്കാനായി രണ്ടുപേരോടും പറഞ്ഞിട്ടും രണ്ടുപേരുടെ മുഖഭാവം കണ്ടിട്ട് രാഘവൻ നായർക്കാകെ പന്തികേട് തോന്നി. നിങ്ങൾ എന്താടോ ഇങ്ങനെ മുഖം വേർപ്പിച്ചിരിക്കുന്നത്, ചിരിക്കടോ എന്ന് പറഞ്ഞ് കമലിനോടും പിള്ളയോടും കൂടി ചിരിക്കാനായിട്ട് രാഘവൻ നായർ നിർബന്ധിക്കണം. അങ്ങനെ രാഘവൻ നായരുടെ ഒപ്പം നിന്ന് അവർ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞിട്ടും ഇത്ര നേരമായിട്ടും തന്ത്രി എന്താ വരാത്തത് എന്ന് കമലിനോട് രാഘവൻ നായർ ദേഷ്യപ്പെട്ടു. ഇപ്പൊ തന്നെ പൂജാരി ഇങ്ങ് എത്തും, അദ്ദേഹത്തെ ഞാൻ വിളിച്ചിരുന്നു, അദ്ദേഹത്തിന് ഇന്നൊരു പേരിടൽ ചടങ്ങുണ്ട്, അതിനുവേണ്ടി പോയിട്ട് അദ്ദേഹം നേരെ ഇങ്ങോട്ട് എത്തുമെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴേക്കും അവിടേക്ക് പൂജാരി എത്തിക്കഴിഞ്ഞു. ഓട്ടോയിൽ വന്നിറങ്ങി അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ തന്നെ കമൽ അകത്തേക്ക് സ്വീകരിച്ചതും രാഘവൻ നായരോട് ചോദിച്ചു, ഞാൻ വൈകിയോ? ഇല്ല, കൃത്യസമയത്ത് തന്നെയാണ് പൂജാരി വന്നത്, മുഹൂർത്തമുണ്ടേ, എന്തായാലും അകത്തേക്ക് കയറി ഇരിക്കൂ എന്ന് പറഞ്ഞ് പൂജാരിക്ക് വേണ്ട ഹോമകുണ്ടവും മറ്റുമൊക്കെ തയ്യാറാക്കി വെച്ച സ്ഥലത്തേക്ക് പൂജാരിയോട് കയറി ഇരിക്കാനായി രാഘവൻ നായർ അറിയിച്ചു. അദ്ദേഹം വളരെ സന്തോഷത്തോടെ തന്റെ ജോലിയിലേക്ക് കടന്നു. അപ്പോഴാണ് രാഘവൻ നായർ അടുത്ത് നിന്ന് പൊന്നിയോട് പറഞ്ഞത്, പൊന്നി, വേഗം ചെന്ന് ശാലിനിയെ വിളിച്ചോണ്ട് പോവാ, രണ്ടുപേരോടും വേഗം ഇറങ്ങി വരാൻ പറ എന്ന് പറഞ്ഞു. ശാലിനി ആകെ ദേഷ്യത്തിൽ അങ്ങനെ മുറിയിൽ നിൽക്കുമ്പോൾ പൊന്നി ആലോചിച്ചു, ഈശ്വര, ആ ജോലി എന്നെ തന്നെയാണോ ഏൽപ്പിച്ചത് എന്നാലോചിച്ച് വേഗം പൊന്നി മുകളിലേക്ക് ചെല്ലുമ്പോൾ സത്യാമ്മ അവിടെ വാതിൽക്ക് നിൽക്കുന്നത് കണ്ടു. സത്യാമ്മയുടെ പൊന്നി കാര്യം പറഞ്ഞതും സത്യാമ്മ തന്നെ ശാലിനി അരികിലേക്ക് ചെന്നു. ശാലിനി മുറിയിൽ എന്ത് ചെയ്യാന്നറിയാതെ ഓഫീസിൽ പോകാനായി റെഡിയായിട്ടും തനിക്ക് പോകാൻ കഴിയാത്തതിന്റെ നിരാശയിൽ ആകെ കലുതുള്ളി റൂമിലിരിക്കുമ്പോൾ സത്യാമ്മ അരികിലേക്ക് എന്നിട്ട് പറഞ്ഞു, മോളെ ശാലിനി, ഇന്നത്തെ ഒരു ദിവസം രാഘവേട്ടന് വേണ്ടി മോൾ താഴേക്കൊന്ന് ഇറങ്ങി വാ. അവിടെ രാഘവേട്ടൻ ആഗ്രഹിച്ച പോലുള്ള ചടങ്ങുകളൊന്നും നമുക്ക് നടത്തണ്ട, പക്ഷെ തൽക്കാലത്തേക്ക് മോൾ താഴേക്കൊന്ന് ഇറങ്ങി വാ, ഇല്ലെങ്കിൽ രാഘവേട്ടൻ ഇങ്ങോട്ട് വരും. ഇവിടെ വന്നാൽ പിന്നെ സംഭവിക്കുന്നതൊന്ന് നമുക്ക് ചിലപ്പോൾ നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങളായിരിക്കും, അതുകൊണ്ടാ എന്ന് പറഞ്ഞപ്പോൾ ശാലിനി പറഞ്ഞു, ഇല്ല സത്യാമ്മേ, ഞാൻ എങ്ങോട്ടും വരില്ല, എനിക്ക് എൻ്റെതായ വ്യക്തിത്വവും ചിന്തയും ഒക്കെ ഉണ്ട്. ഞാനും വിഷ്ണുവേട്ടനുമായിട്ടുള്ള ബന്ധം അത് അത്രയും പവിത്രമായിട്ടുള്ളൊരു ബന്ധമായിട്ടാണ് ഞാൻ കാത്തു സൂക്ഷിക്കുന്നത്. ആ ബന്ധത്തിന്റെ മേൽ ഇതുപോലെ ഒരു കളങ്കം ഏൽപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ സത്യമ്മ പറഞ്ഞു, ശാലിനി, ഇവിടെ രാഘവേട്ടന് മാത്രമാണ് സത്യങ്ങൾ അറിയത്തില്ലാതെ, ബാക്കി എല്ലാവർക്കും സത്യാവസ്ഥ അറിയാമല്ലോ, അതുകൊണ്ട് ഇവിടെ വേറൊന്നും ചെയ്യണ്ട, മോളൊന്ന് താഴെ വരെ വന്നാൽ മതി എന്ന് സത്യമ്മ പറഞ്ഞപ്പോൾ അവിടെ വന്നിട്ട് പിന്നെ എന്ത് ചെയ്യാനാ, അച്ഛൻ പറയുന്ന ചടങ്ങുകൾക്കൊക്കെ ഞാൻ തല കുനിച്ച് നിൽക്കണ്ടേ എന്ന് ശാലിനി ദേഷ്യപ്പെടുമ്പോൾ അത് കേട്ട സത്യമ്മ പറഞ്ഞു, അത് എന്തെങ്കിലും ഒരു പോംവഴി നമുക്ക് ഉണ്ടാക്കാം, പക്ഷേ ഇപ്പം തൽക്കാലം മോള് താഴേക്ക് വന്നേ പറ്റൂ എന്ന് പറഞ്ഞ് ശാലിനിയെ നിർബന്ധപൂർവ്വം താഴേക്ക് കൂട്ടിക്കൊണ്ട് വരികയാണ് സത്യമ്മ. ശാലിനി ഒരു വിധത്തിൽ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അവിടെ റെഡിയായി നിൽക്കുന്ന ശിവനെ കണ്ടിട്ട് അരികിലേക്ക് എത്തി കമലം പറഞ്ഞു, കൊള്ളാലോ ആശാനെ, ഇന്ന് ആശാനെ കാണാൻ കല്യാണച്ചക്കനെ പോലെ തന്നെ ഉണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ശിവനോട് കുശലൊക്കെ പറഞ്ഞുകൊണ്ട് കമലൻ അങ്ങനെ നിൽക്കുമ്പോഴാണ് ശാലിനി താഴേക്ക് ഇറങ്ങി വന്നത്. ശിവൻ വിവാഹ വസ്ത്രം അണിഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്ന ശിവനെ കണ്ടതോടെ ശാലിനിക്കാകെ ദേഷ്യായി. അരികിലേക്ക് എന്ന് ശാലിനി പറഞ്ഞു, അതെ, ഇന്ന് ഇവിടെ നടക്കുന്ന ഈ ചടങ്ങുകളിൽ അഗ്നിസാക്ഷിയായി ദാ ആ താലി എന്റെ കഴുത്തിൽ ചാർത്താന്നാണ് മനസ്സിലെ മോഹം എങ്കിൽ അതങ്ങ് വാങ്ങി വെച്ചേക്ക്. ആ നിമിഷം ഞാൻ ഈ ശാലിനി ഇവിടെ വീണ് മരിച്ചിരിക്കും എന്ന് ശാലിനി ശിവനോട് ഭീഷണി ഉയർത്തി. എന്ത് ചെയ്യണമെന്നറിയാതെ ശിവനാകെ അന്താളിച്ച് നിൽക്കുകയാണ്. ഈ ഒരു കുഴപ്പത്തിൽ നിന്ന് താൻ എങ്ങനെ രക്ഷപ്പെടും, ഈ ഒരു പ്രതിസന്ധിയെ താൻ എങ്ങനെ തരണം ചെയ്യുന്നൊക്കെയുള്ള ആശങ്ക ശിവന്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നു. ഈ സമയത്ത്
രാഘവൻ നായർ പറഞ്ഞു, ആ മോളെ, രണ്ടുപേരും കൂടി സംസാരിച്ച് നിൽക്കാതെ അവിടെ ഒന്നിച്ചു നിന്നേ, ഇവിടുത്തെ ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കണ്ടേ എന്ന് പറഞ്ഞ് രാഘവൻ നായർ ശാലിനിയോട് ശിവന്റെ ഒപ്പം ചെന്ന് നിൽക്കാനായിട്ട് നിർബന്ധിച്ചു. ശിവനോട് ആ മാലയെടുത്ത് ശാലിനിയുടെ കഴുത്തിൽ അണിയിച്ചോളാൻ പൂജാരി പറഞ്ഞതും മുഹൂർത്തത്തിന് സമയമായെന്നും മാല അണിയിച്ചോളാനായിട്ട് പരസ്പരം മാല അണിയിച്ചോളൂ എന്ന് പറഞ്ഞപ്പോ ശിവന്റെ കയ്യിലേക്ക് രാഘവൻ നായർ മാല എടുത്തു കൊടുത്തു. എടാ മോനെ വിഷ്ണു, എടുത്ത് ഇടാ, നീ എന്തെങ്കിലും മടിച്ചു നിൽക്കുന്നത് എന്ന് പറഞ്ഞ് രാഘവൻ നായർ ബഹളം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ശാലിനി ആകെ പകയോടെ ശിവനെ നോക്കുകയാണ്. എന്ത് സംഭവിക്കുമെന്നറിയാതെ എന്താണ് നടക്കാൻ പോകുന്നതെന്നും ഒരു വലിയ പൊട്ടിത്തെറി ചിലപ്പോൾ സംഭവിച്ചേക്കുമെന്നും അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അത് തന്നെ ഈ അഭിനയത്തിന്റെ എല്ലാം അവസാനം എന്ന് ചിന്തിച്ച് ആ മാലയുമായി ശാലിനി കരികിലേക്ക് നടന്നു വെക്കുന്ന ആ നിമിഷത്തിൽ മാല ശാലിനിയുടെ കഴുത്തിലേക്ക് ഇടാനായി ശിവൻ മാല ഉയർത്തിയതും പെട്ടെന്ന് മുറ്റത്തേക്ക് ഒരു പോലീസ് ജീപ്പ് വന്നെത്തി. എല്ലാവരും ആകെ ടെൻഷനോടെ ഇത് ആരാണെന്നുള്ള രീതിയിൽ നോക്കിയപ്പോൾ ആ സിയും സംഘവും അകത്തേക്ക് ഓടി വന്നെത്തി. ഉടനെ എന്താണ് സംഭവം എന്നറിയാനായി ശാലിനി നോക്കിയപ്പോഴേക്കും ശാലിനി കരികിലേക്ക് എത്തി. അവർ സല്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞു, മേഡം ക്ഷമിക്കണം, ഇവിടെയുള്ള ഈ വീട്ടിലെ വിഷ്ണുവിന്റെ അച്ഛൻ രാഘവൻ നായരെയും കൂടെയുള്ള കൂട്ടുകാരൻ രമണൻ പിള്ളയും റിട്ടയർഡ് ജഡ്ജി കൃഷ്ണയ്യർ സാറിന്റെ കേസിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നൽകിയ പെറ്റീഷന്റെ അടിസ്ഥാനത്തിൽ ഇവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനായിട്ടാണ് വന്നതെന്ന് അറിയിച്ചു. അത് കേട്ടതോടെ ശാലിനി ആകെ ഞെട്ടി. രാഘവൻ നായരെ രമണൻ പിള്ളയെ അറസ്റ്റ് ചെയ്യാനാണ് വന്നതെന്ന് പറഞ്ഞപ്പോൾ എന്താ കാര്യം എന്നറിയാതെ ആകെ അങ്കലാപ്പടവർ നോക്കിയപ്പോൾ ഉടനെ എന്താടോ കേസ്, എന്താ കാര്യം എന്ന് അന്വേഷിച്ചു. അതുമല്ല, അച്ഛന് ഓർമ്മക്കുറവുള്ള ആളാണെന്നും അങ്ങനെ ഒരാളെ എന്തിന്റെ പേരിലാണ് അറസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ അത് അവിടുത്തെ ജ്വല്ലറിയിൽ വെച്ച് നൽകിയ തിരുമലയുടെ അടിസ്ഥാനത്തിലാണെന്നും അവിടെ കൃഷ്ണയ്യ സാറ് വാങ്ങിച്ചു വെച്ചിരുന്ന ഓർണമെന്റ്സ് സാറ് മാറ്റിയെടുത്തോണ്ട് പോകുന്നെന്നും മനഃപൂർവ്വം അവിടെ വെച്ച് പൊതി മാറ്റി എടുത്തുകൊണ്ട് പോന്നതാണ് എന്ന് പറഞ്ഞ് പിള്ളയുടെയും രാഘവൻ നായരുടെയും പേരിൽ കേസെടുത്തിട്ടുണ്ടെന്നുള്ള വിവരം അറിയിച്ചു. അത് കേട്ടതോടെ കൃത്യമായ CCTV ഫുട്ടേജും അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞത് ആകെ ടെൻഷനോടെ രാഘവൻ നായർ പറഞ്ഞു, ഹേയ് ഞാനൊന്നും ചെയ്തില്ല മോളെ എന്ന് പറഞ്ഞപ്പോൾ ശാലിനി തൽക്കാലം ഈ ഒരു മുഹൂർത്തത്തിൽ അവിടെ നിന്ന് രാഘവൻ നായർ ഒഴിവാകുന്നത് എന്തുകൊണ്ട് നല്ലതാണെന്ന് മനസ്സിലാക്കിയ ശാലിനി തൽക്കാലത്തേക്ക് അച്ഛനെ കൊണ്ടുപോയി കളയാനായിട്ട് അറിയിക്കുന്നു. അങ്ങനെ രാഘവൻ നായരെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അവിടെ നടക്കാനിരുന്ന ആ ഒരു ചടങ്ങ് മുടങ്ങിയതിന്റെ സമാധാനത്തിൽ ശാലിനി വേഗം തന്നെ കാലിൽ കയറി എത്രയും പെട്ടെന്ന് അച്ഛനെ പിള്ളച്ചേട്ടനെയും ജാമ്യത്തിൽ ഇറക്കണമെന്നതിന് വേണ്ട നീക്കങ്ങൾ നടത്താനായി അനുപലയെ വിളിച്ച് അതിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും അവരെ പുറത്തിറക്കാൻ പ്രഗത്ഭരായിട്ടുള്ള വക്കീലുമായിട്ട് ശാലിനി വേഗം അവിടേക്ക് പോകണമെന്ന് അനുപല്ലവിയോട് അറിയിച്ചു. ജില്ലാ മജിസ്ട്രേറ്റായ തനിക്ക് ഇക്കാര്യത്തിൽ ഇടപെടാനുള്ള കഴിവുണ്ടായെങ്കിൽ പോലും സത്യത്തിൽ എന്താണ് സംഭവിച്ചതെന്നും അതിന്റെ സത്യാവസ്ഥ എന്താണെന്നും വ്യക്തമായി മനസ്സിലാക്കണമെന്നതിന് ശാലിനി നേരെ ജ്വല്ലറിയിലേക്ക് പുറപ്പെട്ടു.